ശ്രീശാന്തിന്റെ വിലക്ക് നീക്കി. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. ശ്രീശാന്തിന്റെ ആജീവനാന്തകാല വിലക്ക് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മനു ചേരുകയാണ്. മനു, ഒരുപക്ഷെ ഇന്നും നമ്മൾ വാർത്ത കൈകാര്യം ചെയ്തതാണ്. BCCIയുടെ വിലക്ക് നിലനിൽക്കുന്നു, കോടതി ഒഴിവാക്കിയിട്ടുമെന്ന്. ശ്രീശാന്തിനെ സംബന്ധിച്ച് നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചതായിരുന്നു വാർത്ത. എന്താണ് ഏറ്റവും പുതിയ വിവരം? തീർച്ചയായിട്ടും അജിംഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. അതായത് ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയിരുന്ന ആജീവനാന്ത വിലക്ക് കേരള ഹൈക്കോടതി നീക്കിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്നത്. അതായത് ഈ IPL കോഴ വിവാദവുമായി ബന്ധപ്പെട്ട, ഒത്തുകളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രീശാന്തിന് BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. തീർച്ചയായും ഹൈക്കോടതിയുള്ള വിവരങ്ങൾ എന്തെന്നറിയാൻ നമ്മുടെ റിപ്പോർട്ടർ സാലി മുഹമ്മദ് ലൈനിലുണ്ട്. സാലി, എന്തൊക്കെയാണ് കോടതിയുടെ വിധി? അജിംഷാദ്, കോടതി വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒറ്റ വരി വിധി മാത്രമാണ് ജഡ്ജി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിധി പകർപ്പ് പുറത്തു വരാത്ത നിലയ്ക്ക് എന്തൊക്കെ നിഗമനങ്ങളിലാണ് കോടതി എത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും ശ്രീശാന്തിന്റെ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഡൽഹി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ BCCI അന്വേഷണ കമ്മീഷൻ അത്തരമൊരു തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ പോലീസിന്റെ വാദങ്ങളെല്ലാം തള്ളി പട്ടിയാല കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു. അത് പരിഗണിക്കാതെയാണ് BCCI തനിക്കുള്ള ആജീവനാന്ത വിലക്ക് നിലനിർത്തിയിരിക്കുന്നത് എന്നായിരുന്നു ശ്രീശാന്തിന്റെ പ്രധാന വാദം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. മാത്രമല്ല, സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ തനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഈ ആജീവനാന്ത വിലക്ക് നീക്കാത്ത സാഹചര്യത്തിൽ തന്റെ കായിക ഭാവി തന്നെ ഇല്ലാതാവുന്ന സാഹചര്യമാണുള്ളത്. അത്തരം രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീശാന്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ആദ്യം ഹൈക്കോടതി സമീപിച്ചപ്പോൾ തന്നെ ഹൈക്കോടതി ഒരു കാര്യം ശ്രീശാന്തിനോട് പറഞ്ഞിരുന്നു. വീണ്ടും BCCI സമീപിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തർക്കങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞിരുന്നു. അതിനൊരു അവസരവും നൽകിയിരുന്നു. അതിന് പിന്നീടും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ശ്രീശാന്ത് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നത്. ആ രണ്ടാമത്തെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കൃത്യമായി ശ്രീശാന്ത് പറഞ്ഞിരുന്നു താൻ BCCI വീണ്ടും സമീപിച്ചു, പക്ഷേ എനിക്ക് 15 മിനിറ്റ് മാത്രമാണ് അവസരം നൽകിയത്. അതുകൊണ്ട് തന്നെ മുൻധാരണയുള്ള സമീപനമാണ് പഴയ ഭരണസമിതിയും പുതിയ ഭരണസമിതിയും BCCI സ്വീകരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നായിരുന്നു ശ്രീശാന്തിന്റെ ആവശ്യം. ഇപ്പോൾ അത് തീർപ്പാക്കിയിരിക്കുന്നു. ശ്രീശാന്തിന് അനുകൂലമായി ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ ശ്രീശാന്തിന്റെ ഹർജി അംഗീകരിച്ചിരിക്കുന്നു എന്നൊരു ഒറ്റ വരി കമന്റ് കോടതിയിൽ പറഞ്ഞ് കൊടുത്ത ജഡ്ജിമെന്റ് അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ജഡ്ജിമെന്റിന്റെ പകർപ്പ് കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തൊക്കെ നിഗമനങ്ങളാണ് കോടതി എത്തിയിട്ടുള്ളത് എന്ന് പറയാൻ കഴിയും. ശരി സാലി, തുടർന്നുള്ള നിമിഷങ്ങളിൽ ആ വിധി പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. ഒരിക്കൽ കൂടി മനുവിലേക്ക് വന്നാൽ, ന്യൂസ് ഡെസ്കിലേക്ക് വന്നാൽ, അതായത് മനു, ഒരുപക്ഷെ മറ്റുള്ള പലരുടെയും, അതായത് സുപ്രീം കോടതിയുടെ വിധിയെത്തി മറ്റുള്ള പലരുടെയും വിലക്ക് നീക്കിയ പലരുടെയും പലർക്കും കളിക്കാൻ അനുമതി നൽകിയിട്ടും എന്തുകൊണ്ട് തനിക്ക് മാത്രം BCCI ഇത് അനുവദിക്കുന്നില്ല എന്നതായിരുന്നു ശ്രീശാന്തിന്റെ പരിഭവത്തിലെ, പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. തീർച്ചയായിട്ടും അജിംഷാദ്, അത് തന്നെയായിരുന്നു ശ്രീശാന്ത് ഈ പല അവസരങ്ങളിൽ കോടതികളിൽ പോയപ്പോഴും മാത്രമല്ല BCCIയുടെ കത്തെഴുതി ചോദിച്ചപ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്രീശാന്ത് ചോദിച്ചത്. ഈ കോഴ ആരോപണത്തിൽ, ഒത്തുകളി വിവാദത്തിൽ കൂടെ ആരോപണ വിധേയരായ അജിത് ചാന്ദ്ര അടക്കമുള്ളവർക്ക് പിന്നീട് വിവിധ മത്സരങ്ങളിൽ കളിക്കാൻ അനുമതി നൽകി. എന്നാൽ ശ്രീശാന്തിന് മാത്രം അനുമതി കിട്ടിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാലയളവിൽ ശ്രീശാന്തിന് സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ BCCI അനുമതി നൽകാത്തതിനെ തുടർന്ന് അവിടെയും ശ്രീശാന്തിന് കളിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. ഇത് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇത് ക്രിക്കറ്റിലുള്ള ഉത്തരേന്ത്യൻ ലോബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ശ്രീശാന്തിനോട് എതിർപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും അതൃപ്തി പറഞ്ഞതുമാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ത്യൻ ബൗളിംഗ് സാഹചര്യത്തിൽ ഏറ്റവും മികച്ച പേസ് ബൗളർമാരിൽ ഒരാളായിരുന്നു ശ്രീശാന്ത് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള തർക്കവും വേണ്ട. കാരണം അത്ര മനോഹര, അത്ര മികച്ചൊരു ബൗളർ തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇനി ഈ വിലക്ക് നീക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് ഇനി ടീമിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്ന കാര്യം നമുക്കറിയാൻ കഴിയില്ല. കാരണം അത് സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യമാണ്. BCCI വേണമെങ്കിൽ അത് വഴി ആ കാര്യം നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും മറ്റ് വിദേശ ലീഗുകളിലൊക്കെ കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് മുതലാക്കുക, അതിന് പോവുക എന്നതായിരിക്കും ഒരുപക്ഷെ ശ്രീശാന്തിന് മുമ്പിലുള്ള കളിക്കാനുള്ള മാർഗങ്ങൾ. ഏതായാലും കളിയിലേക്ക് തിരികെ വരണമെങ്കിൽ അത് BCCI തന്നെ തീരുമാനിക്കണം. ഇപ്പോൾ വിലക്ക് നീക്കി എന്നുള്ളത് നേരാണ്. ഒരുപക്ഷെ അതിനുള്ള തുടർ നടപടികൾക്ക് വേണ്ടി ഇവർ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. തീർച്ചയായും ഇപ്പോൾ ദേവദാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മനു, ദേവദാസ്, അതായത് ഈ ഹൈക്കോടതി ഇത്തരത്തിലൊരു വിലക്ക് നീക്കി, ഇനി ഒരു പക്ഷേ BCCIയുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും?
അനാരോഗ്യപരമായ സമീപനമാണോ ശ്രീശാന്തിന്റെ കാര്യത്തിൽ തുടർന്നു വന്നത്? കോടതി വിധി സൂചിപ്പിക്കുന്നതും അത് തന്നെയാണോ? അജിംഷാദ്, ഇതാണ് പറഞ്ഞത്. അവർ ചെയ്ത BCCI ചെയ്ത തെറ്റാണ്. പക്ഷേ BCCI എന്ത് പറയുന്നു പറഞ്ഞാൽ കോടതിക്ക് ഇതിൽ അധികാരമില്ല, ഇതിൽ ഇടപെടാൻ. BCCI റൂള് പ്രകാരമാണ് നിങ്ങൾക്ക് ലൈഫ് ടേം കൊടുത്തത്. അത് കാരണം ഞങ്ങൾ ഇത് എബൈഡിങ് അല്ല എന്ന് കോടതി അല്ല BCCI പറയും. ഇപ്പോ എന്തറിയാ, BCCIന്റെ റൂൾ. പക്ഷെ ഇതിന്റെ ഇത് നോക്കേണ്ടത് BCCIന്റെ അന്വേഷണ BCCI ശ്രീശാന്തോട് ചോദ്യം പോലും ചോദിക്കാണ്ടാണ് BCCI സസ്പെൻഡ് ചെയ്തത്. അതാണ് BCCI ഈ കോടതിയിൽ ശ്രീശാന്ത് പോയി ചോദിച്ചത്. പക്ഷെ ഒന്നും കൂടി നോക്കണം, ഇതേ IPL 6 ഫിക്സ് ചെയ്ത ക്ലബ്ബാണ് CSKയും RR ക്ലബ്ബും. ഏത് ശ്രീനിവാസന്റെ ക്ലബ്ബായ CSKയും RR ക്ലബ്ബും. അവർ കുറ്റം ചെയ്തെന്ന് കണ്ടെത്തിയത് കോടതിയാണ്. എന്നിട്ടാണ് ലോക കമ്മീഷൻ പറ്റിയ. അപ്പൊ BCCI റൂള് പറയുന്നുണ്ട് 11.3C പറയുന്നത്, നിങ്ങൾ ഫിക്സ് ചെയ്ത ക്ലബ്ബ് ഉണ്ടെങ്കിൽ അവരെ ഉടനടി ടെർമിനേറ്റ് ചെയ്യണം, ഇമീഡിയറ്റ് ടെർമിനേഷൻ. പക്ഷേ എന്നിട്ടും കോടതി പറഞ്ഞത് 2 കൊല്ലം ഇവർക്ക് സസ്പെൻഷൻ, അടുത്ത കൊല്ലം ഓർ വരുന്ന 2 കൊല്ലം അവർക്ക് സസ്പെൻഷൻ മാത്രം ഉള്ളിടത്താണ് ഇതേ BCCI ആണ് ആജീവനാന്ത വിലക്ക് മറ്റേ ഡൽഹി കോടതി അവിടുത്തെ പട്ടിയാല കോടതി പറഞ്ഞു മറ്റേ കുറ്റക്കാരനെല്ലാം എന്ന് പറഞ്ഞ് വിട്ടിട്ടും BCCI പറയുന്നു ഞങ്ങളെ റൂള് പ്രകാരം ഇവൻ തെറ്റുകാരൻ, ഇവൻ മാത്രം തെറ്റുകാരൻ. 13 സീൽ കവർ പ്ലേയേഴ്സ് ഉണ്ട്, അവരെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല, ധോണിയെ പറയുന്നില്ല, റെയ്നെ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പോ ഈ കോടതിന്റെ വിലക്ക് അവർ സുപ്രീം കോടതിയിൽ അവർ പറയും കോടതി ഞങ്ങളെ BCCIന്റെ ഉള്ളിൽ ഇടപെടുന്നു ഇതിന്റെ സെലക്ഷനിലും ഇതിലും എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോകും, അതിനെ ചാലഞ്ച് ചെയ്യും. അത് ഓട്ടോണോമിന്റെ ചിത്രന്റെ കേസ് പോലെ തന്നെയാണ് ഇത്. ഹൈക്കോടതി അടുത്ത കാലത്ത് ഏറ്റവും നല്ല വിധികളാണ് ഈ സ്പോർട്സ്മാൻമാർക്ക്. പക്ഷേ ശ്രീ ദേവദാസ്, അതായത് ഈ സ്വതന്ത്ര പദവിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ കായിക രംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയെ നേരത്തെ സുപ്രീം കോടതി വിലക്കിയിരുന്നല്ലോ. അതിനുള്ളതല്ല സ്വതന്ത്ര പദവി എന്ന്. അതന്നെ, അതാണ് ഒന്ന് നോക്കാം. പിന്നെ ഒന്നും നോക്കണ്ട, എന്താ പറയാ, ഇവിടെ ഈ ധീരപ്പന്മാരായ BCCIയും ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിൽ അന്വേഷിക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം കോടതി പറയുന്നത് ഏത് വെച്ചിട്ടാന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ഖലീഫുള്ളിയും താക്കൂറും ഒരു വിധിച്ചിന് ലോക കമ്മിറ്റി മേൽനോട്ടം വഹിക്കാൻ. ആ പ്രകാരമാണ് ഹൈക്കോടതിയും വിധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർക്ക് അതൊന്നും തിരിയുന്നില്ല. ഇവർ BCCI തന്നെ ലോക കമ്മിറ്റിനെ വെച്ച് റിഫോം ചെയ്യാൻ പറഞ്ഞിട്ട് 1 കൊല്ലമായിട്ടും സുപ്രീം കോടതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന. അപ്പം ശ്രീശാന്തിനെ കളിപ്പിക്കാൻ വിടൂല. ഏതല്ലോ ബോസുമാർക്ക് എന്തോ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട പ്രകാരമാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇവർക്ക് വേണ്ട ആളെ കളിപ്പിക്കും, ഇവർക്ക് വേണ്ടാത്ത ആളെ ശ്രീശാന്തിനെ പോലത്തെ ആളെ കരിയർ നശിപ്പിക്കും. അല്ലെ ഇങ്ങനെ ഇപ്പൊ ചിത്രനെ നശിപ്പിക്കുന്ന അത്ലറ്റിക് ഫെഡറേഷൻ പോലെ തന്നെയാണ് BCCI കൊടുവാള് വെക്കും അവരെ ആ ഇതിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ കോടതി പറഞ്ഞു, ഇപ്പൊ ചിത്രക്ക് കോടതി പറഞ്ഞു, എന്നിട്ട് ചിത്ര വേൾഡ് കപ്പിന് പോയില്ലല്ലോ അജിംഷാദ്. അതന്നെയാണ് ഇവിടെയും സംഭവിക്കുക. ഈ കുട്ടിയെ ഒന്നും ആലോചിക്കണം, ശ്രീശാന്ത് 2 തവണ ലോകകപ്പ് ചാമ്പ്യനായ ഒരു ബോളറാണ്. എന്നിട്ട് പോലും ഈ ആജീവനാന്ത വിലക്കുള്ളതുകൊണ്ട് ദേവദാസ് ഒരു കാര്യം ചോദിക്കട്ടെ. ദേവദാസ്, ഇനി മേൽക്കോടതിയെ BCCI പോയാലും അവരുടെ ഈ റൂൾ ഓഫ് ലോ വെച്ചിട്ട് അതിങ്ങനെയാണെന്ന് പറഞ്ഞു പോയാലും മറ്റൊരു കാര്യമുണ്ട്. ഈ 2 വർഷം കഴിയുമ്പോൾ അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും IPLിലേക്ക് തിരികെ വരും. അതും ഇതേ കോഴ വിവാദത്തിലാണ് ആ ടീമിനെ സസ്പെൻഡ് ചെയ്തതും അവരെ 2 വർഷത്തേക്ക് മാറ്റി നിർത്തിയതും. അവിടെ എന്തുകൊണ്ട് ശ്രീശാന്തിന് മാത്രം ആജീവനാന്ത വിലക്ക് വരുന്നു, അജിത് ചാന്ദിലേക്ക് അവസരം കിട്ടിയില്ല വീണ്ടും? അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ പ്രത്യേകിച്ചും സുപ്രീം കോടതി നിയോഗിച്ച ഭരണസമിതി കൂടി BCCIക്ക് ഉള്ള സാഹചര്യത്തിൽ ശ്രീശാന്ത് ഉന്നയിച്ചാൽ അത് അത്ര അനായാസമായ രീതിയിൽ തള്ളിക്കളയാൻ BCCIക്ക് കഴിയുമോ? കോടതിയിൽ നിന്നും കനത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരില്ലേ അവിടെ? ഇല്ല, അതാ മനു. അതുകൊണ്ടാണ് ഇവരെ വക്കീല് ചൂണ്ടിക്കാട്ടുന്നത് കോടതി. അതും BCCIന്റെ 11.3C ക്ലോസ്. അതാണ് ഞാൻ പറയുന്നത്. അത് ടെർമിനേറ്റ് ചെയ്യണമെന്നാണ്. അത് BCCI റൂളാ. അത് പ്രകാരം പോലും അവര് ചെയ്യാണ്ട് ഒരു കോടതിന്റെ മാത്രം വിധിനെ മാനിച്ചിട്ട് 2 കൊല്ലം സസ്പെൻഡ് ചെയ്യുകയും ശ്രീശാന്തിന്റെ കേസ് വരുമ്പോൾ BCCI റൂൾസ് അപ്ലൈ ചെയ്യും പറയുന്ന പാരഡോക്സ് സുപ്രീം കോടതിയിൽ ശ്രീശാന്തിന്റെ കൗൺസിൽ കാണിക്കണം. ഒന്നിക്കൽ എന്നെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇവരെ
ആജീവനാനന്ദ വിലക്ക് 11.3 സീൽ പ്രകാരം ചെയ്യാൻ പറയണം. പിന്നെ 13 സീൽ കവർ പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട് അവിടെ, അത് ഇന്നും പുറത്തുവിട്ടില്ല, അത് പുറത്തുവിടാൻ പറയണം. അപ്പൊ എനിക്ക് തോന്നുന്നു BCCI ഇപ്പം തിരിയും, എല്ലാം പുറത്താവും. അതിന് പകരം എന്ത് ചെയ്യുന്ന ശ്രീശാന്തിന് ആ കളിച്ചോ, ഫസ്റ്റ് ക്ലാസ് കളിച്ചോ എന്നുള്ള അനുമതി കൊടുക്കാനാണ് BCCI അതെന്താ കക്കണം. അതിന് കൂട്ടുവെച്ചമ്മ ഞങ്ങൾ KCAക്കാണ് നിൽക്കേണ്ടത്. KC ആണ് കോടതി വിധി വരുന്നേക്കാട്ടും മുമ്പേ മെയ് 16 ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്തത്. മെയ് 17 പ്രസ് കോൺഫറൻസ് പറഞ്ഞ ശ്രീശാന്ത് ഇങ്ങനെ ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞ പ്രസ് കോൺഫറൻസ് TC മാത്യു ബാലകൃഷ്ണനാണ് വിളിച്ചത്. അത് എന്നിട്ട് ശ്രീശാന്തിന് ഇപ്പൊ പ്രാക്ടീസ് പോലും, ശ്രീശാന്തിന്റെ തൊട്ട് മുമ്പിലെ വീട് കലൂർ ജവഹർ സ്റ്റേഡിയം, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല. എന്താ രാജീവനന്ദ വിലക്കുള്ളതുകൊണ്ട് KCA അഫിലിയേറ്റഡ് BCCI അഫിലിയേറ്റഡ് സ്റ്റേഡിയത്തിൽ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റൂല. അതുകൊണ്ടാണ് ഒരു ക്ലബ്ബ് പോലും കളിക്കാൻ പറ്റാണ്ട് ഈ CCL എല്ലാം വന്നിട്ട് കളിക്കേണ്ട ആവശ്യം ശ്രീശാന്തിന്. അതുകൊണ്ട് ശ്രീശാന്ത് സുപ്രീം കോടതിയിൽ ഇതാണ് ചാലഞ്ച് ചെയ്യേണ്ടത്. പക്ഷേ സുപ്രീം കോടതി വിധി മാനിക്കാൻ ഇപ്പം ശ്രീശാന്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിധിയെ ഓംബുഡ്സ്മാൻ, ഏത് ഞങ്ങളുടെ ഈ ലോക കമ്മീഷന്റെ ഓംബുഡ്സ്മാൻ വിനോദ് റായ്ക്ക് ഉടനടി ഫാക്സ് ചെയ്യുക. വിനോദ് റായി ആണ് തീരുമാനം. ഇപ്പം BCCIക്ക് ഒരു വിലയും ഇല്ല. അവിടെയാണ് ഒരു അനുകൂല സാഹചര്യം നിൽക്കുന്നത്. ശ്രീ ദേവദാസ്, ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഈ ഇരിക്കുന്ന കാട്ടുകള്ളന്മാർക്കൊന്നും ഇപ്പോൾ അത്ര വലിയ വിലയൊന്നും കൽപ്പിക്കപ്പെടുന്നില്ല. സ്വാഭാവികമായും ശ്രീശാന്തിന് മുന്നിലേക്ക് ഒരു സാധ്യത കടന്നു വരുന്നുണ്ട്. ഒപ്പം ഒരു വെല്ലുവിളിയുമുണ്ട്. ഈ ടീമിലേക്ക് വരണമെങ്കിൽ ഈ സെലക്ഷൻ കമ്മിറ്റി കനിയണമല്ലോ. സെലക്ഷൻ കമ്മിറ്റി ആണല്ലോ അംഗങ്ങളെ, കളിക്കാർ ആരൊക്കെയാണ് വേണ്ടതെന്ന് തെരഞ്ഞെടുക്കേണ്ടത്. അതൊരു വെല്ലുവിളിയുമായി നിൽക്കുന്നുണ്ട്. അതെ മനോ, അതാണ് കൃത്യം. എന്തറിയാ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പോലും കുംബ്ലെ, എക്കാലത്തെയും വലിയ കളിക്കാരനും കോച്ചുമായ കുംബ്ലെ പുറത്താക്കാൻ കോഹ്ലിനെ വെച്ച് കളിച്ച് ശാസ്ത്രീനെ പിന്നാമ്പുറത്തോടെ എത്തിച്ചത് BCCIന്റെ ബോംബെ ലോബിയാണ്. അപ്പൊ ഇപ്പം കളിക്കാൻ അവർക്കറിയാം. ഇപ്പം അവർ ഒരു കൊല്ലായിട്ട് ലോക കമ്മിറ്റി റിഫോം ചെയ്യുന്നില്ല. എന്നിട്ട് കമ്മിറ്റി അപ്പീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 18 അവർക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കൊടുക്കേണ്ടതാ. കർണനെ പിടിച്ചെങ്കിൽ ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ് BCCI ഓഫീഷ്യൽസിന്. പക്ഷെ അത് ചെയ്യുന്നില്ല. ഈ പൈസയും പവറും ഉള്ളപ്പം MB ജയരാജന് ഇത് ചുംബൻ വിളിച്ച എന്റെ പേരിൽ ജഡ്ജിനെ ഉള്ളിലാക്കി. കർണൻ എന്ന ജഡ്ജിനെ ഉള്ളിലാക്കി ഇവർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്. കജ്ജുന വിളിച്ചു വരുത്തി ശാസിച്ചു ഈ സുപ്രീം. പക്ഷേ ഇവരെ ജഡ്ജ്മെന്റിനെ മാനിക്കാത്ത BCCI, ഒരു കൊല്ലമായിട്ടും മാനിക്കാത്ത BCCI ഇവർ ഒന്നും ചെയ്യുന്നില്ല. പണവും പവറും ഉള്ളതുകൊണ്ട്. അതാണ് സുപ്രീം കോടതിയെ നിശ്ചിതമായി വിമർശിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ ടീമിൽ ഇടൂല ഈ ഇന്നത്തെ കളിയിൽ. പക്ഷേ ശ്രീശാന്തിന് ചെയ്യാൻ പറ്റിയത് സുപ്രീം കോടതിയിലും COA വിനോദ് റായ്ക്ക് ഉടനടി ഇന്നത്തെ. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ദേവദാസ് തുടരുക. ഇപ്പോൾ ശ്രീ സുധേഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുധേഷ്, ശ്രീശാന്തിന് ഒരുപക്ഷെ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലാണ് ഈ വിധി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ? കാരണം വിനോദ് റായിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി നിയോഗിച്ച ഭരണസമിതിയാണല്ലോ ഇപ്പോൾ BCCIയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. സ്വാഭാവികമായും ടീമിലേക്ക് ഒരു മടങ്ങി വരവ് ശ്രീശാന്തിന്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കെങ്കിലും ഒരു മടങ്ങി വരവ് സ്വപ്നം കാണാൻ കഴിയുമോ ഈ ഹൈക്കോടതി വിധിയിലൂടെ? തീർച്ചയായും മനു, ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് താരത്തിന് കളിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഒരു ഇന്ത്യൻ ടീമിൽ ഇടം നേടുക അല്ലെങ്കിൽ ദേശീയ ടീമിൽ ഇടം നേടുക എന്നുള്ളത് ഇനി സാധ്യമാണോ എന്നുള്ള കാര്യം സംശയമാണ്. എങ്കിൽ പോലും ശ്രീശാന്ത് എന്ന കളിക്കാരനെ സംബന്ധിച്ച് ഈ വിധി ഒരു വിജയം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഈ BCCIയുടെ മുഴുവൻ തട്ടിപ്പുകൾക്കുമായി കുരുതി കൊടുക്കപ്പെട്ട ഒരു താരമായിരുന്നു ശ്രീശാന്ത്. എന്തുകൊണ്ടും അതിനുള്ള എല്ലാ കളങ്ങളും ഒരുക്കി ശ്രീശാന്തിനെ പോലെ ഒരു താരത്തെ ഇല്ലാതാക്കാൻ BCCIക്ക് അന്ന് സാധിച്ചു. എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും ശ്രീശാന്തിനെ സംബന്ധിച്ച് ഒരു വ്യക്തി, കളിക്കാരൻ എന്ന നിലയ്ക്ക്, ഒരു ക്രിക്കറ്റ് താരം എന്ന നിലയ്ക്ക് ഈ വിധി അദ്ദേഹത്തെ സംബന്ധിച്ച് തീർത്തും ഒരു വിജയം തന്നെയാണെന്ന് പറയാം. പലരും എഴുതി തള്ളിയ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായും ഇനി ഒരിക്കലും കളത്തിലിറങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു ദയനീയ അവസ്ഥ ഒരു ക്രിക്കറ്റ് താരത്തിന്, 2 ലോകകപ്പുകൾ നേടുമ്പോൾ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന താരത്തിന് ഇനി ഒരിക്കലും ഒരു കളിക്കളത്തിൽ പന്തെറിയാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ മാറുന്നു എന്നുള്ളത് തന്നെ നല്ലൊരു സൂചനയാണ്. ഈ പോരാട്ടത്തിന് തീർച്ചയായും ശ്രീശാന്തിന് എല്ലാ പിന്തുണയും നമ്മൾ നൽകണമെന്നുള്ള അഭിപ്രായമാണ്. സുധേഷ്, ഇവിടെയാണ് പ്രധാനമായും ഈ BCCIയുടെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം അവരുടെ സ്വയംഭരണാവകാശമുള്ള സംഘടനയാണ് BCCI. അവരുടെ റൂൾ ഓഫ് ലോ 13.5 പ്രകാരം അവർക്ക് തീരുമാനിക്കാം ഇത്തരത്തിൽ ആരോപണ വിധേയരായ കളിക്കാരുടെ അവസ്ഥയെന്നത്. പക്ഷേ ഇതേ വിഷയത്തിൽ തരം താഴ്ത്തപ്പെട്ട ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും അടുത്ത സീസണിൽ IPLലേക്ക് തിരികെ വരുന്നു. മറ്റൊന്ന്, ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രിൻസിപ്പളായിരുന്ന ഗുരുനാഥ് മെയ്യപ്പനും ടീമിന്റെ ഉടമയായിരുന്ന
ശ്രീനിവാസനും ഇപ്പോഴും സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹി എന്ന നിലയിൽ BCCIയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ICCയിൽ ശ്രീനിവാസൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണെന്ന്. അവിടെയൊന്നും BCCIക്ക് പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം വരുന്നത് ഈ ശ്രീശാന്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ്. ഈ സ്വയംഭരണ അവകാശം എന്നത് എന്ത് പോക്രിത്തരവും കാണിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണോ BCCI കാണുന്നത്? തീർച്ചയായും മനു, നമ്മുടെ കായിക രംഗത്ത് മുഴുവൻ ഇപ്പോൾ അത്ലറ്റിക് അസോസിയേഷൻ ആയാലും BCCI ആയാലും ഇത്തരം സംഘടനകളെല്ലാം ഇപ്പോൾ വോളിബോൾ അസോസിയേഷനിലായാലും ബോക്സിംഗ് അസോസിയേഷനിലായാലും ഇത്തരം അസോസിയേഷനുകളിലെല്ലാം നടക്കുന്നത് വെറും പക്ഷപാതപരമായ തീരുമാനങ്ങളും ഒപ്പം തന്നെ കൊടിയ അഴിമതിയും പക്ഷപാതവും അനീതിയും തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഒരു വലിയൊരു രക്തസാക്ഷിയായിരുന്നു ശ്രീശാന്ത് എന്ന് പറയാം. നമ്മുടെ ചിത്രയ്ക്ക് സംഭവിച്ചതല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ ഒരു ദുരന്തമാണ് ശ്രീശാന്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വയംഭരണം എന്നത് വലിയൊരു അവകാശമായി കണ്ടുകൊണ്ട് എന്തിനാണോ നമ്മൾ ഓരോ ഇത്തരം സംഘടനകൾക്ക് സ്വയംഭരണം നൽകിയത് പക്ഷപാതമോ അനീതിയോ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാവരുത് എന്ന അർത്ഥത്തിലാണ് അവർക്ക് സ്വയംഭരണം നൽകിയത്. എന്നാൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന, കടുത്ത രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന പ്രവണതയാണ് നമ്മുടെ കായിക രംഗത്തെ എല്ലാ സംഘടനകളിലും ഭൂരിപക്ഷം സംഘടനകളിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് ശ്രീശാന്തിന്റെ ഒരു വിഷയം മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി താരങ്ങളെ ഇവർ കുരുതി കൊടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മനു പറഞ്ഞതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ളവരെ നിലനിർത്തുകയും അവർ എന്ത് അനീതി ചെയ്താലും അതൊന്നും ഒരു വിഷയമല്ലാതിരിക്കുകയും തങ്ങൾക്ക് എന്തെങ്കിലും അതൃപ്തികരമായ എന്തെങ്കിലും കാര്യം ചെയ്തവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണത തന്നെയാണ് ഈ കളിക്കളത്തിൽ ഇത്തരം കായിക ഭരണതലത്തിൽ നിലനിന്നത്. അതിന്റെ ഏറ്റവും വലിയ വക്താക്കളായിരുന്നു BCCI എന്ന് പറയാം. ഇപ്പോൾ ദേവദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഇത്രയും കോടതി വിധികളെല്ലാം വന്നിട്ട് പോലും ഇതിനെ ശുദ്ധീകരിച്ചു എന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും പറയാൻ സാധിക്കാത്തത് ഇപ്പോഴും ഈ ദുഷ്പ്രവണതകൾ തുടരുന്നു. അതിനെ പൂർണ്ണമായും മാറ്റാൻ സുപ്രീം കോടതിക്ക് പോലും സാധിച്ചിട്ടില്ല. വലിയ മാറ്റമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പോലും പൂർണ്ണമായി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് രംഗത്ത് ഇപ്പോഴും ശ്രീനിവാസനെ പോലുള്ളവരുടെയും അല്ലെങ്കിൽ BCCIയിലെ പലരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അനിൽ കുംബ്ലെയുടെ കാര്യം പറഞ്ഞത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അനിൽ കുംബ്ലെയുടെ കീഴിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. യാതൊരു പരാതിയുമില്ലായിരുന്നു. ആ കുംബ്ലെയെ മാറ്റുന്നത് നമ്മൾ കാണുന്നു. കുംബ്ലെ ശമ്പളം കൂടുതൽ ചോദിക്കുകയും കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ടീമിന് ഗുണകരമായ കാര്യങ്ങളിൽ ശബ്ദം ഉയർത്തുകയും ചെയ്തതോടുകൂടി അദ്ദേഹത്തിനെ ഇല്ലാതാക്കുന്നു. തീരെ ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം. തീർച്ചയായും സുധേഷ് വേഗം തിരിച്ചെത്താം. ഒത്തുകളി കേസിൽ ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് ഹൈക്കോടതി നീക്കിയിരിക്കുന്നു എന്ന സുപ്രധാന വാർത്തയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദയവായി അതിഥികൾ തുടരുക. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയെത്തും. തീർച്ചയായും BCCIയുടെ വിലക്ക് നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. BCCIയുടെ നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ശക്തമായ ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. ശ്രീശാന്തിന്റെ ഹർജിയിന്മേലാണ് ഇത്തരത്തിലൊരു വാദമുണ്ടായത്. സുധേഷ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കോടതി വിധികൾ നോക്കൂ, PU ചിത്രയുടെ വിഷയത്തിലായാലും മറ്റും കോടതി വിധികളെ എങ്ങനെ വിദഗ്ധമായി മറികടക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ റിസർച്ച്. അങ്ങനെയാണെങ്കിൽ BCCIക്ക് മുമ്പിൽ ശ്രീശാന്തിനെ തടയുന്നതിന് പുതിയ സാധ്യതകൾ ഉണ്ടോ ഈ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷവും? തീർച്ചയായും ഇവിടെ ശ്രീശാന്തിനെ ഇനി ഒരിക്കലും കളത്തിലിറക്കരുത് എന്നുള്ള വാശിയിൽ തന്നെയാണ് BCCI. ഇതുവരെയുള്ള അവരുടെ എല്ലാ നടപടികളും ശ്രീശാന്ത് കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ അവസരം നൽകാതിരുന്നു BCCI. അത് ഒരിക്കൽ കുറ്റാരോപിതനായി, അതുകൊണ്ട് ഇനി ഒരിക്കലും കളിപ്പിക്കില്ല എന്ന തലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം വഴികൾ തന്നെയായിരിക്കും നോക്കുക. നിയമത്തിലെ ഓരോ പഴുതും ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ഇതുവരെ ഇത്തരം പല നടപടികളും ചെയ്തതുകൊണ്ട് എങ്ങനെയെല്ലാം ഒരു താരത്തെ ഇല്ലാതാക്കാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടരാണ് നമ്മുടെ BCCIയുടെ തലപ്പത്തുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീശാന്തിനെ ഇനി കളത്തിലിറക്കാതിരിക്കുക, ഒരിക്കലും തങ്ങളുടെ ഇത്തരം മേൽക്കോയ്മകൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യത്തിനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരായി ഉണ്ടാകുന്ന ഒരു നടപടിയും അവർ അംഗീകരിക്കാൻ സാധ്യതയില്ല. അത്രത്തോളം ക്രൂരമായാണ് അവർ പല താരങ്ങളോടും പെരുമാറുക. അപ്പോൾ അത് തന്നെ അനിൽ കുംബ്ലെയെ പോലുള്ള ഒരു താരത്തോട് അത്തരത്തിൽ പെരുമാറിയവർക്ക് ശ്രീശാന്തിനോട് അങ്ങനെ പെരുമാറുന്നതിൽ യാതൊരു ദയയും തോന്നാൻ അല്ലെങ്കിൽ ഒരു അനുകമ്പയും ശ്രീശാന്തിനോട് തോന്നാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
ഇവിടെ ചിത്രയുടെ കാര്യത്തിൽ നമുക്കറിയാം ചിത്രയുടെ കാര്യത്തിൽ ഒരു നാടൊന്നാകെ ചിത്രയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാലും ഇവിടെ നമുക്ക് പറയാം ശ്രീശാന്തിന്റെ കാര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനോ അല്ലെങ്കിൽ വലിയൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തെറ്റുകാരെന്ന നിലയിൽ ശ്രീശാന്തിനൊപ്പം അതാണ് പ്രധാന പ്രശ്നം. സുധേഷ്, ദേവദാസ് ലൈനിലുണ്ടോ? ഉണ്ട്. അതായത് ശ്രീ ദേവദാസ്, അതായത് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാട്ടുകള്ളന്മാർ, ഒരുപക്ഷെ ഈ കാട്ടുകള്ളന്മാരുടെ ഈ വ്യവസ്ഥിതിയെ പൊളിക്കാൻ ജുഡീഷ്യറിക്ക് പോലും ആകുന്നില്ല എന്നുള്ളതാണ്. ഈ സുധേഷ് നിരീക്ഷിച്ചതും താങ്കൾ നിരീക്ഷിച്ചതും അങ്ങനെയാണ്. BCCIയുടെ സ്വതന്ത്ര പദവി കൊണ്ട് അതിജീവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BCCIയുടെ ഈ അനീതിക്കെതിരെ ജുഡീഷ്യറിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായാൽ കായിക ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു നവീകരണം അതിൽ സാധ്യമാവുക? ഇത് അജിംഷാദ് എന്താ പറയാ, ഇതിനെല്ലാം ഏറ്റവും ഇതാക്കേണ്ടത് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ആള് തന്നെ, അത് കോൺഗ്രസ് ആയാലും BJP. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഉടനടി നിങ്ങൾ ലോ ഓഫ് ദ ലാൻഡിനെ മാനിക്കുന്നില്ലെങ്കിൽ ഉടനടി പിരിച്ചുവിടണം. എന്നിട്ട് എഡോക് കമ്മിറ്റി ആക്കേണ്ടതാണ് BCCIന്റെ. എന്താ പറയാ, ഇവർ ചെയ്തത് IAFനെക്കാട്ടും വലിയ പാതക. എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവർ കൊള്ളയാണ് ചെയ്തത്. കൊള്ള മാത്രമല്ല, ദാവൂദുമായിട്ട് ലിങ്ക് ഉള്ള ബെറ്റിംഗ് ആണ് ചെയ്തത്. അപ്പൊ BCCIയിലെ ക്ലബ്ബാണ് ചെയ്തത്, ശ്രീനിവാസന്റെ ക്ലബ്ബാണ് ചെയ്തത്, RR ക്ലബ്ബാണ് ചെയ്തത്. അപ്പൊ രാജ്യദ്രോഹം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ രാജ്യദ്രോഹം ചെയ്തതിന്റെ പ്രസിഡന്റാണ് ശ്രീനിവാസനും BJPന്റെ യുവമോർച്ച പ്രസിഡന്റ് അനുരാഗ് താക്കൂർ. അത് ഈ BJPക്കാരോട് ആദ്യം ചോദിക്കും, ജെറ്റ്ലി ആദ്യം അനുരാഗ് താക്കൂറിന്റെ വീട്ടിലാണ് പോകണ്ടേ രാജ്യദ്രോഹം ചെയ്തതിന്, അല്ലേ കേരളത്തിലല്ല വരണ്ടേ. അപ്പോ ഇവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞതിന് നിങ്ങൾക്ക് സ്വയംഭരണ അവകാശം കൊള്ളയടിക്കാനുള്ളതല്ല, നിങ്ങളുടെ ഭരണം ചീഞ്ഞു നാറുന്നു. ഏത് സെപ്റ്റിക് ടാങ്കാണ് ചീഞ്ഞു നാറുക, അത് പറഞ്ഞ് സുപ്രീം കോടതിന്റെ അടുത്ത് ചീഞ്ഞു നാറുന്ന നോസിയേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഒരു കൊല്ലമായിട്ടും സുപ്രീം കോടതിനെ വെല്ലുവിളിക്കുന്നു. ലോ ഓഫ് ദ ലാൻഡിനെ വെല്ലുവിളിച്ചാൽ സുപ്രീം കോടതി എന്താ ചെയ്യേണ്ടത്? ഈ ഓഗസ്റ്റ് 18 നോക്കുന്നത് അല്ലേ? സുപ്രീം കോടതിനെ ഞങ്ങൾ വിമർശിക്കണം. സുപ്രീം കോടതി ഈ പവറും ഇതിലെല്ലാം യുവമോർച്ചയും കോൺഗ്രസിന്റെ ആൾക്കാരാണ്. രാജീവ് ശുക്ല, മറ്റേ പവാർ, മറ്റേ താക്കൂർ, അങ്ങനത്തെ ആൾക്കാർ. ജെറ്റ്ലി, ഇന്നലെ വന്ന ജെറ്റ്ലി കാട്ട് വീരപ്പനാണ്. ക്രിക്കറ്റില് ഫിനാൻസിലെല്ലാം വലിയ ഇത് പറയും, ക്രിക്കറ്റില് കാട്ട് കൊള്ള നടത്തിയിട്ട് സ്വന്തം MP കീർത്തി ആസാദാ പറഞ്ഞത്. അവസാനം നരേന്ദ്രമോദി ഗവൺമെന്റ് അഴിമതിക്കെതിരെ ചെയ്യുന്ന ആള് കീർത്തി ആസാദ് തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ ജെറ്റ്ലി 124 കോടിന്റെ ഡൽഹി സ്റ്റേഡിയം 114 കോടി കൊണ്ട് റെനോവേറ്റ് ചെയ്ത കാട്ട് വീരപ്പനാണ് ജെറ്റ്ലി. അതിന് കഞ്ഞി വെക്കാനാണ് ഞങ്ങളുടെ പോലത്തെ സ്റ്റേറ്റ് അസോസിയേഷൻ, അതിലാണ് KCA. ഈ ശ്രീനിവാസൻ ഇപ്പം ബാക്ക് ചെയ്യുന്നത് TC മാത്യു KCA. അതാണ് വിറ്റ്, അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോ അവർക്ക് ശ്രീനിവാസൻ പറയുന്നതിന്റെ അപ്പുറമില്ല. അപ്പൊ ശ്രീശാന്തിനെ ഒരിക്കലും കളിപ്പിക്കരുതെന്നാണ് അന്ന് തന്നെ ഉള്ളത്. TC മാത്യു അത് അനുസരിക്കും. അതുകൊണ്ട് ഇപ്പൊ ശ്രീശാന്തിന് ശ്രീശാന്ത് ഇപ്പം ചോദിക്കുക, എറണാകുളം ലീഗിൽ അവന്റെ ക്ലബിൽ A ഡിവിഷൻ കളിക്കാനുള്ള അനുമതി കൊടുത്താൽ മതി. ഇപ്പം തൽക്കാലം അവന് ഒരു രഞ്ജി ട്രോഫി കളിപ്പിച്ചാൽ ഞങ്ങളെ കേരള ടീം രഞ്ജി ചാമ്പ്യൻസ് ആവും. അവൻ അതേ ആഗ്രഹമുള്ളൂ. എന്നിട്ട് പുറത്തുള്ള ലീഗും കളിക്കും. പിന്നെ വേറെ ഒന്ന് അജിംഷാദ് എനിക്ക് പറയാൻ, പക്ഷെ അതുവരെ തടയിടും. അതിന് BCCI അനുമതി കൊടുക്കണം, വിലക്ക് നീക്കണം, താഴേക്കടയിലും കളിക്കാൻ. അതേസമയം അജിംഷാദ് ഒരു വിവരം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ കൂടെ ശ്രീശാന്തിന്റെ ഒപ്പം മിഡിൽമാൻ ആയിട്ട് KCA TC മാത്യുവും ബാലകൃഷ്ണനും അന്ന് പറഞ്ഞത് ദാവൂദ് ഇബ്രാഹിമിന്റെയും ശ്രീശാന്തിന്റെയും നടുക്കുള്ള ഇടനിലക്കാരൻ ഒരു ജിജു ജനാർദ്ദനാണ്, മലയാളി, ഓർമ്മയില്ല? ജിജു ജനാർദ്ദൻ 2015 മുതൽ കേരളത്തിൽ ശ്രീശാന്തിന് പ്രാക്ടീസ് ചെയ്തുകൂടാ, പക്ഷെ ജിജു ജനാർദ്ദൻ ക്ലബ് ക്രിക്കറ്റ് കളിക്കുന്നു കേരളത്തിൽ. അതിന്റെ തെളിവാണ് പീപ്പിൾ TV 2 കൊല്ലം മുമ്പ് ഒരു സ്കോർ കാർഡ് കണ്ടില്ലേ, നിങ്ങളല്ലേ പുറത്തു വിട്ടിട്ടില്ലേ? ഈ കണ്ണൂരിലെ ക്ലബ് ജിജു ജനാർദ്ദൻ ഇന്നും കളിക്കുന്നു ക്ലബ് ക്രിക്കറ്റിൽ. ഇവരെ അതും KCAന്റെ വൈസ് പ്രസിഡന്റായ ഇസാക്ക് എന്ന് പറയുന്ന തലശ്ശേരി ബ്രദേഴ്സ് ക്ലബിന് പോലും ജിജു ജനാർദ്ദൻ കളിച്ചു 2015. അതിന്റെ തെളിവ് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചുതരാം സ്കോർ കാർഡ് അതിന്റെ. അതെ, അപ്പൊ ജിജു ജനാർദ്ദനെ കളിപ്പിക്കുക, ശ്രീശാന്തിനെ കളിപ്പിക്കില്ല എന്ന് അത് ശ്രീശാന്തിന്റെ ഹർജിയിലും പറയുന്നുണ്ട്. ഒരുപക്ഷെ കോടതി അതാണ് അസ്വാഭാവികമായ നീക്കങ്ങൾ എന്ന് നിരീക്ഷിച്ചതിൽ അതിലൊക്കെ ഉണ്ടാകും ശ്രീ ദേവദാസ്. അത് ഞാൻ അജിംഷാദ് ഒരു മിനിറ്റും കൂടി, ഞാൻ ഇത് ചോദ്യം ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സിൽ മനുഷ്യാവകാശത്ത് പോയിട്ട് ഈ KCA മനുഷ്യാവകാശത്തിന് ഇതിൽ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹൈക്കോടതിയിൽ എന്റെ എതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് KCA. അതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാവകാശത്തിന് സെലക്ഷൻ. ഇവരെന്താ ഇവിടുത്തെ സെലക്ഷൻ ചെയ്യുന്നത്? ഇതേപോലത്തെ ശ്രീശാന്തിനെ പോലത്തെ 2 ലോകകപ്പ് ചാമ്പ്യന്മാരുള്ള ആളെയും സഞ്ജു സാംസണ് ഡിസിപ്ലിനറിയും കൊടുത്ത് അണ്ടർ-19 കളിച്ച രോഹൻ കുന്നുമ്മൽ, ഡാരിയൽ ഫാരിയോ, മറ്റേ സിജുമോനെല്ലാം ഉള്ളപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് മധ്യപ്രദേശ് യൂസ്ലെസ് കളിക്കാരെ പുറത്തുനിന്ന് എടുത്ത് ബോംബെ നിന്നെല്ലാം പുറത്താക്കിയ കളിക്കാരായി ഇക്ബാൽ അബ്ദുൾ,
പോലുള്ള ജലസക്സേനയിൽ എടുത്തിട്ട് ഇവിടെ ഇപ്പൊ കേരള ക്രിക്കറ്റിലെ ചിത്രനെ പോലെയാ 3 അന്യസംസ്ഥാന ഈ കളിക്കാരെ എടുക്കുക. ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളെ റൈറ്റ് ആണ്, ചോദ്യം ചെയ്യാൻ അധികാരമില്ല. ഇപ്പൊ KCന്റെ എന്റെ ഒരു കേസുണ്ട്, ഹൈക്കോടതിന്റെ മുമ്പിലുണ്ട് ഇപ്പൊ അത്. അപ്പം ഇവർ സ്വയം വരണം എന്ന് പറഞ്ഞാൽ ഈ കാട്ടുകള്ളന്മാർക്ക് കഞ്ഞി വെച്ചെടുത്ത സ്റ്റേറ്റ് അസോസിയേഷൻ. തീർച്ചയായും ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം ശ്രീ ദേവദാസ് പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയിലേക്ക്. ഈ കേസിൽ ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് ഹൈക്കോടതിക്കുന്നു. BCCIയുടെ വിലക്ക് നിലനിൽക്കില്ലെന്നാണ് കോടതി പറഞ്ഞത്. BCCI നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി, കോടതിയുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി യിലേക്ക് പോകാനാകും ഉടൻ തന്നെ. ശ്രീ ദേവദാസിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോയാൽ, ദേവദാസ്, അതായത് ഇത്തരത്തിലൊരു കോടതി വിധി, അതായത് അസ്വാഭാവികതയുണ്ട്, ഇത് സ്വാഭാവികമായ നീതിയുടെ ലംഘനമാണെന്നൊക്കെ കോടതി നിരീക്ഷിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. സഞ്ജു വി സാംസന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് ഉണ്ടായത്. ഈ ഗോസായിമാരുടെ ലോബി ഇത്രയേറെ ശക്തമാണോ ഇതിൽ? അജിംഷാദെ, ഇതെന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല് അത് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പറഞ്ഞ ശരിയാണ്. എന്താ കാര്യം എന്നറിയാം, ഇവർ നിങ്ങളൊന്ന് ആലോചിക്കും, അജിംഷാദ് ആലോചിക്കും, സുപ്രീം കോടതി വിധിച്ച ഒരു വിധിനെ അനുസരിക്കാണ്ട് ഈ കൊല്ലം 70 വയസ്സിന് മുകളിലുള്ള ഒരാളും ഇതിൽ BCCI ജനറൽ ബോഡിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ശ്രീനിവാസൻ കഴിഞ്ഞ മാസം ജൂൺ 26 പങ്കെടുത്തു ഒരു SGMല് വിധിയില്. അതിന് COA വിനോദ് റായ് സുപ്രീം കോടതിയിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അടുത്ത കോടതി വിവരങ്ങൾ അറിയണ്ടേ ദേവദാസ്? കോടതി വിവരങ്ങൾ അറിയണ്ടേ? ദയവായി തുടരും. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സിബി ജോസഫ് ഉണ്ട് ലൈനിൽ. സിബി, കേൾക്കാമോ? സിബി, അതായത് ഈ ശ്രീശാന്തിന്റെ വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞത് എന്തൊക്കെയാണ്? ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുഹമ്മദ് മുസ്താഖാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാനമായ വിധി അല്പസമയം മുമ്പ് പുറപ്പെടുവിച്ചത്. ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയുള്ള BCCIയുടെ നടപടി അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് മുസ്താഖ് അധ്യക്ഷനായ ബെഞ്ച് ഈ ആജീവനാന്ത വിലക്ക് നീക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞു, ഒരു ക്രിക്കറ്റർക്കെതിരെ ഇത്തരത്തിലൊരു നടപടി എടുക്കുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ പരിശോധിച്ച ശേഷം വേണം നടപടിയെടുക്കാൻ. മാത്രമല്ല, ഈ കേസിൽ പാട്യാല ഹൈക്കോടതിയിൽ ഈ ദില്ലി പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ പ്രഥമ ദൃഷ്ട്യാ പോലും ശ്രീശാന്തിനെതിരെ വ്യക്തമായ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് പാട്യാല കോടതി തള്ളിയ ഒരു കുറ്റപത്രം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുറ്റപത്രം മുൻനിർത്തിക്കൊണ്ട് ശ്രീശാന്തിനെതിരെ ഇത്തരത്തിലൊരു നടപടിയെടുത്തത് ശരിയായില്ല എന്നതിനാണ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ്. വളരെ 4 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് ഇപ്പോൾ ശ്രീശാന്തിനെ വിലക്ക് നീക്കിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ശ്രീശാന്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയവും BCCIക്ക് വലിയ തിരിച്ചടി കൂടിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2013 ശ്രീശാന്തിനെ വിലക്കിക്കൊണ്ട് ശ്രീശാന്ത് ഈ IPL വിവാദത്തിൽ പെട്ടത്. അന്ന് ഒത്തുകളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. ശ്രീ രംഗനാഥൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, BCCIയോട് ഏറെ അടുത്ത് നിൽക്കുന്ന ആളാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? ആദ്യം അത് പറയൂ. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു തീരുമാനം, അത് ഉചിതമായൊരു സമയത്ത് വന്നു എന്നുള്ളതാണ്. ശ്രീശാന്തിനെ ആശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ്. എങ്കിൽ എന്തുകൊണ്ട് കോടതിക്കടക്കം ഈ രാജ്യത്തെ പരമോന്നതമായ നിയമ സംവിധാനങ്ങൾക്കെല്ലാം ശ്രീശാന്തിന്റെ നിരപരാധിത്വം വ്യക്തമാകുന്നുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, താങ്കൾ കൂടി ഭാഗഭാക്കാകുന്ന BCCIക്ക് മാത്രം എന്തുകൊണ്ട് അത് വ്യക്തമായില്ല? അല്ല, കോടതി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ പാട്യാല കോടതിയിലെ തീരുമാനം, അതിനുശേഷം BCCIയുടെ നടപടിക്രമങ്ങൾ, അത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉചിതമായ ഒരു നടപടി, അതല്ലെങ്കിൽ അതിന് വിധി വരുന്നതുവരെ BCCIക്ക് പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു അച്ചടക്ക നടപടിക്രമങ്ങളുമായിട്ടേ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതേ കേസിൽ തന്നെ ആരോപണ വിധേയരായവരൊക്കെ ഇന്നും ഇതിന്റെ ഭാഗമാണല്ലോ ശ്രീ രംഗനാഥൻ. അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തിരിച്ചു വരുന്നു, രാജസ്ഥാൻ റോയൽസ് വരുന്നു. ശ്രീനിവാസൻ ഇപ്പോഴും തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷനെ പ്രതികരിച്ച് യോഗത്തിൽ വരെ പങ്കെടുക്കാറുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. ഗുരുനാഥ് മെയ്യപ്പന്റെ അവസ്ഥ അറിയാം. അവർക്കൊന്നും ഈ പറയുന്ന നിയമങ്ങളൊന്നും ബാധകമല്ലേ? അതാരാണ് പറഞ്ഞത്? കാരണം ഇപ്പൊ ശ്രീനിവാസന് ഒരു മീറ്റിംഗിൽ ഇപ്പൊ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൂടാതെ നിരഞ്ജൻ ഷായ്ക്കും പങ്കെടുക്കാൻ പറ്റില്ല. അത് കൂടാതെ ചെന്നൈ, അത് മാത്രമല്ല നിരഞ്ജൻ ഷായ് ആയാലും ശ്രീനിവാസനായാലും അവർക്ക് BCCIയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇപ്പോ സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല ചെന്നൈ സൂപ്പർ കിങ്സിന്റെ
വിലക്ക്, അത് 2 വർഷം അവർക്ക് വിലക്കുണ്ടായിരുന്നു. ആ വിലക്ക് സമയം പൂർണ്ണമായതിനു ശേഷമാണ് അവര് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശ്രീശാന്തിന് മാത്രം എങ്ങനെയാണ് ഇത് ആജീവനാന്ത വിലക്കിലേക്ക് മാറി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയാത്തത് ശ്രീ രംഗനാഥൻ. ഓഡിയോയിൽ വളരെ ഡിസ്റ്റർബൻസ് വരുന്നു. ക്ലിയർ ആകുന്നില്ലേ താങ്കൾക്ക്? ഇപ്പോൾ കൊച്ചിയിൽ ശ്രീശാന്ത് ഇറങ്ങി വരുന്നു കോടതിയിൽ നിന്ന്. അതിലേക്ക് തത്സമയം ഓഫ് സ്ക്രീൻ മാറ്റും. ശ്രീശാന്ത് അപ്പോൾ വളരെ അധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം ഇത്രയും നാള് വെയിറ്റ് ചെയ്താലും നല്ല പേഷ്യൻസോട് വെയിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന, പിന്നെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അവരോടൊക്കെ വളരെയധികം നന്ദിയാണ്. ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ദിനങ്ങൾ വൈകാതെ എത്തുന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും സ്വപ്നം മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ആംബുലി 34, അപ്പോൾ തീർച്ചയായിട്ടും ഒരു 6 to 8 years നീ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് ദേവാനഗരം കൊണ്ട് നല്ലോണം ഫിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി പെർഫോമൻസ് ആണ്, നല്ലോണം പെർഫോം ചെയ്യണം. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും എല്ലാവരുടെയും ഇനി നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലോണം നല്ല ടീം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ക്ലബിലും ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നല്ലോണം പെർഫോം ചെയ്യണം. അതിന് വളരെയധികം പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ KCA ആണ് അക്കാര്യത്തിൽ തീരുമാനം പറയേണ്ടത്. അത് സെലക്ടേഴ്സ് ആൻഡ് KCA ആണ്. അതിൽ ഞാൻ പേഷ്യൻറ്റോട് വെയിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ട്രെയിനിങ് എൻ്റെ കയ്യിൽ നിന്നും ചെയ്യാന്നുള്ളത് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഗോഡ് ഗ്രേസ്. എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ എൻ്റെ മാച്ച് ഫിറ്റ്നസ് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്ത് എനിക്ക് വേണം. ബുച്ചി ബാബു കേരള കളിക്കുന്നുണ്ട്, മോയിനുദ്ദീൻ കളിക്കുന്നുണ്ട്, അപ്പം രഞ്ജി ട്രോഫി വരുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ആ സെലക്ഷൻ പ്രോസസ്സിൽ വരികയും ഡേവ് വോട്ട്മോർ സാറാണ് കോച്ച്. അപ്പം ഡേവ് വോട്ട്മോർ സാറിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പം സാറും ഇപ്പോഴും ബോളേഴ്സുണ്ട്, പക്ഷേ ശ്രീശാന്ത് ഫിറ്റായി ശ്രീശാന്തിനെ പോലെ ബോൾ ചെയ്യാൻ പറ്റി എപ്പോഴും വെൽക്കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനും പറഞ്ഞത് എൻ്റെ ബാൻ മാറട്ടെ, ബാൻ മാറിക്കഴിയുമ്പോൾ ഗോഡ് ഗ്രേസ് ഐ വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇനി എൻ്റെ അടുത്ത കടമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള ടീമിൽ കളിക്കുകയും കേരളത്തിന് വേണ്ടി നല്ലോണം പെർഫോം ചെയ്ത് സൗത്ത് സോൺ അങ്ങനെ വീണ്ടും എൻ്റെ സെയിം സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്. സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ പോകുന്നുണ്ടോ? ഇനി 5 മാച്ചേ ബാക്കിയുള്ളൂ. അത് ഇനി വിസയും അതിൻ്റെ ഒക്കെ പെർമിഷൻ അനുസരിച്ച്. ഇന്ത്യൻ ടീമിന് ബോളേഴ്സിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഇന്ത്യൻ ടീം വളരെ നല്ലോണം പെർഫോം ചെയ്തുകൊണ്ട് സ്ക്രാച്ച്. സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ പോകുന്നുണ്ടോ? ഇനി 5 മാച്ചേ ബാക്കിയുള്ളൂ. അത് ഇനി വിസയും അതിൻ്റെ ഒക്കെ പെർമിഷൻ അനുസരിച്ച്. നിലവിൽ ഇന്ത്യൻ ടീമിന് ബോളേഴ്സിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം വെല്ലുവിളി ഉണ്ടാവും? ഇന്ത്യൻ ടീം വളരെ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അധികം മുന്നോട്ട് ആലോചിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് കടമ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു എത്രയോ മലയാളികളും എത്രയോ ആളുകളും ഞാനും എൻ്റെ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയും കൂട്ടുകാരും എല്ലാവരും കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതിനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു ആശ്വാസമാണ് കിട്ടിയത്. അപ്പോൾ ഇന്ത്യൻ ടീമിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല. തീർച്ചയായിട്ടും പെർഫോമൻസ് ചെയ്യണം, ഫിറ്റ്നസ് വേണ്ടിയെടുക്കണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കടമ ദൈവത്തിനോട് നന്ദി പറയുന്നത്, എൻ്റെ കൂടെ നിന്നവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. പ്ലസ് തീർച്ചയായിട്ടും അച്ഛനമ്മ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അത്രയും ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വളരെ നന്ദി. ഞാൻ അതെ ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ആരുടെയും എതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാവും, അവരുടേതായ രീതികളുണ്ടാവും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും എനിക്ക് വേണം ശിവനാഥ് സാറും എല്ലാവരും കൂടെ നല്ല എഫേർട്ട് കൊണ്ടും പിന്നെ എനിക്ക് വേണം ഈ ഒരു അവസരത്തിൽ അജിത് സാറിനെ കുറിച്ചും എനിക്ക് പറയേണ്ടത്. കാരണം ഇത്രയും നല്ല സപ്പോർട്ടും പിന്നെ ഫുൾ ഫാമിലി. അപ്പം ഞാൻ ആരെയും എതിരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അവസരത്തിൽ അവരുടേതായ കാര്യങ്ങളുണ്ടാവും. ഇനി എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് എല്ലാം തെളിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും മുന്നോട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ IPL ഓപ്ഷനിൽ ശ്രീശാന്തിന്റെ ഒരു പേര് പറയുന്ന ഒരു ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടോ വൈകാതെ? ദൈവമേ, ഞാൻ എൻ്റെ കേരള രഞ്ജി ട്രോഫി കളിച്ച് പെർഫോം ചെയ്യട്ടെ. ഞാൻ പെർഫോമൻസ് വെച്ചാണ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ. ഞാൻ ആരുടെയും എന്താ പറയുന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുന്നോട്ടും എല്ലാം ഫ്യൂച്ചറിൽ എന്ത് വേണം നടക്കട്ടെ. ഇപ്പോൾ തൽക്കാലം വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും ഒരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതമായ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റി. ഞാനിപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാവരോടും വളരെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശ്രീശാന്ത് കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിധി കേട്ട് സന്തോഷമുണ്ട്. ഈ പിന്തുണ അർപ്പിച്ചവർക്കൊക്കെ നന്ദിയും പറയുന്നു. മനു,
അതായത് ശ്രീശാന്ത് ഏതാണ്ട് കളിക്കുന്നതിൻ്റെ മൂഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മനസ്സിലാക്കുന്നത്. അതായത് കോടതിയുടെ വിധി സംജാതമായിരിക്കുന്നു, ഇനി തടസ്സങ്ങളൊന്നുമില്ല, ആ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു കോണുകളെയും അദ്ദേഹം ആക്രമിക്കുന്നില്ല, വളരെ മയപ്പെടുത്തിയാണ് കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് കളിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ എല്ലാ സൂചനകളും, ആ കോൺഫിഡൻസ് യാഥാർത്ഥ്യമാകുമോ തീർച്ചയായിട്ടും അജിംഷാദ്, ഏതായാലും ശ്രീശാന്ത് വളരെ പക്വതയോടെയുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രഞ്ജി ട്രോഫി കളിക്കുക. ശിവൻ മഠത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നു അഭിഭാഷകൻ, അതിലേക്ക് പോകാം. ശിവൻ മഠത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ കരിയറിനെ ഈ രീതിയിൽ കൊണ്ടുവന്നതിൽ കോടതി വളരെയേറെ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് 2 പ്രാവശ്യം അന്താരാഷ്ട്ര തലത്തിൽ മാൻ ഓഫ് ദി മാച്ചായി കപ്പ് നേടിത്തന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടെ BCCI അദ്ദേഹത്തിന്റെ കരിയറിനെ ഈ രീതിയിൽ കൊണ്ടുവന്നതിൽ കോടതി വളരെയേറെ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ ജീവിക്കുവാനുള്ള അവകാശം, അത് നമ്മുടെ അനുച്ഛേദം 21 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ അന്വേഷണം എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനമായ രീതിയിലാണ് കോടതി വിലയിരുത്തുന്നത്. ഒരു തെളിവ് പോലും ശ്രീശാന്തിനെതിരെ കൊണ്ടുവന്ന തെളിവുകൾ നിയമത്തിന്റെയും വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കില്ല എന്ന് വളരെ വസ്തുതാപരമായി തന്നെ കോടതി വിലയിരുത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒരു വളരെയേറെ ഒരു ഇന്റർനാഷണൽ റാമിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ ഏക ഒരു ക്രിക്കറ്റ് കൺട്രോളിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന BCCI പോലുള്ള ഒരു സ്ഥാപനം വ്യക്തിപരമായ താല്പര്യങ്ങളിലോ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ ഒരു കരിയറിനെ നശിപ്പിക്കുന്ന രീതിയിൽ തീരുമാനമെടുക്കുന്നത് തീർച്ചയായും സർക്കാരും മറ്റ് ബന്ധപ്പെട്ടവരും പുനഃപരിശോധിക്കണം. ഈ BCCI ഇങ്ങനെ തുടരണോ അല്ലെങ്കിൽ ഇവരുടെ രീതി ഇങ്ങനെ തുടരണോ എന്ന് സംബന്ധിച്ചൊക്കെ കാര്യമായ രീതിയിലുള്ള ഒരു പുനർജനനത്തിന്റെ അവസരം കൂടെയാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അവരെ പോലുള്ള കളിക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആ കരിയർ മുഴുവൻ തകർക്കുന്ന രീതിയിൽ ഒരു ലൈഫ് ബാനായിരുന്നു, ആജീവനാന്ത വിലക്കായിരുന്നു. ഇപ്പോൾ അജയ് ജഡേജയുടെയോ അസറുദ്ദീൻ്റെ ഒക്കെ കാര്യങ്ങൾ എടുത്താൽ 5 വർഷമോ 3 വർഷമായിരുന്നു ബാനായിരുന്നു ഇതുപോലുള്ള ഒരു ചില ആരോപണം വരുമ്പോൾ. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കളിക്കാൻ പാടില്ല, കളി നടക്കുന്നിടത്ത് പോകാൻ പാടില്ല, കളി നടക്കുന്ന ഒരു പരിപാടി കാണാൻ പാടില്ല എന്ന രീതിയിൽ ആജീവനാന്ത വിലക്ക് കളിയിൽ മാത്രമല്ല കളിയുമായി ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് ഒരിക്കലും കോടതി അംഗീകരിക്കുന്നില്ല. ആ പവർ, ആ മൊണോപ്പൊളിയോ പവർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ അത് ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ജിജു ജനാർദ്ദന്റെ മൊഴിയെക്കുറിച്ച് പറയുന്നത് അവര് BCCIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മിസസ് സവാനി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജിജു ജനാർദ്ദന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ 10 ലക്ഷം രൂപ ബാധുവപ്പിൽ ശ്രീശാന്ത് നൽകിയതെന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ കോടതി അത് കാണുന്നത് ജിജു ജനാർദ്ദന്റെ മൊഴി പറയുന്നത് ശ്രീശാന്ത് അത് ഡിസോൺ ചെയ്യുന്നു, അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഓരോ തെളിവുകളും കോടതി പരിശോധിച്ചിട്ട് സാധാരണ ജുഡീഷ്യൽ റിവ്യൂവില് ആ കോടതിക്ക് ഇത്തരത്തിലുള്ള ഒരു സൂക്ഷ്മമായ വിലയിരുത്തൽ ആവശ്യമുണ്ടോ എന്നുള്ളതൊരു പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ജുഡീഷ്യൽ റിവ്യൂവില് കോടതി അതിന്റെ എല്ലാ തലങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് BCCIയുടെ ആജീവനാന്ത വിലക്ക് ശ്രീശാന്തും അഭിഭാഷകൻ ശിവൻ മഠത്തിലുമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശുഭപ്രതീക്ഷയാണ്. കോടതിയുടെ നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് അഭിഭാഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ കരിയറിന് മേൽ ഇത്രയേറെ കരിവീഴ്ത്തുന്ന നടപടികൾ ഒരിക്കലും ശ്ലാഘനീയമല്ല എന്ന് കോടതി നിരീക്ഷിച്ചു എന്നും ശിവൻ മഠത്തിൽ അഭിഭാഷകൻ പറയുന്നു. തീർച്ചയായും ഇതിലേക്കെത്താം. എത്രയും പെട്ടെന്ന് കളി തുടങ്ങാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നതായി ശ്രീശാന്ത് കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ കരിയറിന് മേൽ ഇത്രയേറെ കരിനിഴൽ വീഴ്ത്തുന്ന നടപടി ശരിയല്ല അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചും കോടതി നിരീക്ഷിച്ചു. ഒരു തെളിവും ശ്രീശാന്തിനെതിരെ സ്റ്റാൻഡ് ചെയ്യാനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിന് ശ്രീശാന്തിന് വിലക്ക് എന്നതാണ് കോടതിയുടെ നിരീക്ഷണത്തിന്റെ രത്നചുരുക്കം എന്നാണ് അഭിഭാഷകൻ ശിവൻ മഠത്തിലും നമ്മളോട് ബ്രീഫ് ചെയ്തത്. മനുവിലേക്ക് തന്നെ പോയാൽ, മനു, ഒരു പക്ഷേ ഈ സാധ്യതകളെ മുഴുവൻ, അതായത് വലിയ കോൺഫിഡൻസ് ശ്രീശാന്ത് പുലർത്തുന്നു. 2, ശിവൻ മഠത്തിൽ ആ വിശദാംശങ്ങൾ, നീതിപീഠത്തിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കമാൽ വരദൂർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കമാൽ വരദൂർ, കോടതി വിധിയെ എങ്ങനെ കാണാം? അത് ശ്രീശാന്തിന് മുന്നിലെ വാതായനങ്ങൾ തുറക്കുന്നതാണോ? കമാൽ വരദൂർ, കോടതി വിധി വളരെ അനുകൂലമാണ്. പക്ഷെ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്
ഒന്ന് നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ്. നമുക്ക് അതായത് വളരെ തൊട്ടരികിൽ നമുക്കുള്ളത് PU ചിത്രയുടെ ഒരു അനുഭവമുണ്ട്. ലോക അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കാനായിട്ട് കോടതി വിധി ചിത്രക്ക് അനുകൂലമായിരുന്നു. പക്ഷെ കോടതി വിധി വന്നപ്പോൾ നമ്മുടെ അത്ലറ്റിക്സിനെ നയിക്കുന്ന അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞ ഒരു കാര്യം കോടതി വിധി നടക്കില്ല, കാരണം ഇതിന് ഡേറ്റ് കഴിഞ്ഞു, മറ്റു പല തടസ്സങ്ങളും നമ്മുടെ അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അതായത് അത്ലറ്റിക് ഫെഡറേഷനേക്കാളും എത്രയോ മുകളിൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ എത്രയോ മുകളിലുള്ള ബോഡിയാണ് ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിക്കറ്റ് ബോർഡ് പറയാനായിട്ട് പോകുന്ന ഒരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ക്രിക്കറ്റ് ബോർഡ് ഒന്ന് അപ്പീലിന് പോയേക്കാം. ഇനി അപ്പീൽ പോലും തള്ളപ്പെട്ടു പോയാൽ ക്രിക്കറ്റ് ബോർഡിന് പറയാവുന്ന ന്യായീകരണങ്ങൾ പലതുണ്ട്. കാരണം ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത്, കാരണം ഈ ക്രിക്കറ്റ് ബോർഡാണ് നമ്മുടെ ടീമിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോർഡിന്റെ സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമിനെ സെലക്ട് ചെയ്യാറ്. ശ്രീശാന്തിന് അനുകൂലമായി കോടതി വിധി വന്നെങ്കിൽ പോലും ക്രിക്കറ്റ് ബോർഡ് പറയാൻ പോകുന്ന കുറെ കാര്യങ്ങൾ, ഒന്ന് കുറെ കാലമായിട്ട് അദ്ദേഹം സജീവ മത്സര രംഗത്തില്ല, മറ്റൊന്ന് പ്രായം എന്ന വലിയ ഒരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി മറ്റൊന്നായിട്ട് പറയാൻ പോകുന്നത്, കാരണം സെലക്ഷൻ കമ്മിറ്റിയാണ് ടീമിനെ സെലക്ട് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. ഇതോടെ ധാരാളം ന്യായവാദങ്ങൾ ക്രിക്കറ്റ് ബോർഡിന് ഉന്നയിക്കാനുണ്ടാവും. അതുകൊണ്ട് കോടതി വിധിയിലൂടെ ശ്രീശാന്തിന് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതായത് തൽക്കാലം നമുക്ക് ഇന്ത്യൻ ടീം എന്ന വിദൂര സാധ്യതയായി നിർത്താം. പക്ഷേ തനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല ശ്രീശാന്തിന്. താങ്കൾക്കറിയാം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്കെങ്കിലും തിരികെ വരാനുള്ള ഒരു സാധ്യത സമീപ ദിവസങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുമോ? അതായത് അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് മനു. കാരണം നമ്മൾ കണ്ടതാണ് ശ്രീശാന്ത് വളരെ പെട്ടെന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഉയർന്നു വന്ന ഒരു താരമാണ്. ഒരുപക്ഷെ നമ്മുടെ സമീപകാല ക്രിക്കറ്റിലെ ഏറ്റവും നല്ല ഒരു സ്വിംഗ് ബൗളറായിട്ട് വന്ന ഒരാളാണ്. നമുക്ക് മുന്നിൽ ശ്രീശാന്തിന്റെ പല നല്ല മുഹൂർത്തങ്ങളുണ്ട്. T20 ലോകകപ്പ് അല്ലെങ്കിൽ 2011 ലോകകപ്പ് തുടങ്ങി നല്ല മുഹൂർത്തങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ വളരെ പെട്ടെന്നാണ്, വളരെ നാടകീയമായിട്ടാണ് ഈ വിവാദങ്ങളും അദ്ദേഹത്തിന് വിലക്കെല്ലാം വന്നത്. ആ വിലക്കിന് ശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു താരത്തിനും, കാരണം വിലക്കിന് ശേഷം ക്രിക്കറ്റ് ബോർഡ് നിഷ്കർഷിച്ച കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പോയിട്ട് പ്രാദേശിക ക്രിക്കറ്റിൽ പോലും കളിക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ശരിക്കും ഒറ്റപ്പെട്ടുപോയ ശ്രീശാന്ത് അല്പം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, പിന്നീട് മുഖ്യധാരയിൽ കുറച്ച് പ്രൊമോഷണൽ വർക്കിലൊക്കെ അദ്ദേഹം, സിനിമയിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹമാക്കിയ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഒരു പന്ത് പോലും എറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഇപ്പോഴിപ്പോൾ ഹൈക്കോടതി വിധി അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കേരളത്തിന് ചെയ്യാവുന്ന അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ടീമിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുക, ആ രീതിയിൽ പെർഫോം ചെയ്ത് ആഭ്യന്തര ക്രിക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അത് കാരണം ഏറ്റവും നല്ലൊരു വിൻഡോ ആയിട്ട് മാറും. കാരണം ആഭ്യന്തര ക്രിക്കറ്റിലെ പെർഫോമൻസ് വഴി ആണ് സാധാരണഗതിയിൽ നമ്മുടെ നാഷണൽ ടീമിനെയൊക്കെ സെലക്ട് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പം IPL പോലുള്ള ഫോർമാറ്റിലേക്ക് പോലും താരങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ നല്ല മൂല്യമുള്ള, നല്ല വിലപിടിപ്പുള്ള, നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു താരം എന്ന രീതിയിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് നന്നാവുന്ന പക്ഷം ഒരു പക്ഷേ അതിന്റെ ഒരു പിടിവള്ളിയായിട്ട് ആ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ഉണ്ടാവും. ഓക്കെ, സമ്മതിച്ചു ശ്രീ കമാൽ വരദൂർ. മറ്റൊന്ന്, ഇപ്പോൾ ഈ കോടതി നിരീക്ഷിച്ച കാര്യമുണ്ട് ശ്രീ കമാൽ വരദൂർ. ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം തുടങ്ങിയൊക്കെയായിരുന്നു BCCI ഈ ആജീവനാന്ത വിലക്കിലൂടെ ലംഘിച്ചത്. ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ, വിചാരണ കോടതിയെ പട്യാല കോടതി പറഞ്ഞു ശ്രീശാന്തിനെതിരെ തെളിവില്ല, വെറുതെ വിട്ടു. ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിടുന്നു. പക്ഷേ ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്തുമ്പോഴും BCCIക്ക് മാത്രം ശ്രീശാന്ത് കുറ്റവാളിയായിരുന്നു. പണ്ട് അജയ് മാക്കൻ പറഞ്ഞതാണ്, ഇവരെ റൈറ്റ് ടു നോ, അറിയാനുള്ള അവകാശത്തിന് കീഴിൽ ഈ സംഘടനയെ കൊണ്ടുവരണമെന്ന്. നിഗൂഢമാണ് ഇവരുടെ ചിന്തകളും പ്രവർത്തികളും. ഇപ്പോൾ ഈ വിധി വരുമ്പോൾ ഇതിന്റെ BCCIയുടെ ഭരണം നിയന്ത്രിക്കുന്നത് സുപ്രീം കോടതി നിയോഗിച്ച ഭരണസമിതി കൂടിയാണ്. ഒരു വലിയ പ്രതീക്ഷ നമ്മൾ പങ്കുവയ്ക്കണമോ ഈ വിഷയത്തിൽ? മനു, പ്രതീക്ഷ നമുക്ക് വേണം. കാരണം ഇപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ അതിലും മേലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്. കാരണം ആരും ഇടപെടാത്ത ഒരു മേഖലയാണത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ പൊളിറ്റിക്സിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാ മുഖ്യധാര കക്ഷികൾക്കും ശരിക്കും ക്രിക്കറ്റ് ബോർഡിൽ പ്രാതിനിധ്യമുണ്ട്. എന്നിട്ട് പോലും ക്രിക്കറ്റ് ബോർഡിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, അവരുടെ നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനോ കായിക മന്ത്രാലയത്തിനോ അല്ലെങ്കിൽ കായികമായിട്ട് നമ്മുടെ ഉയരങ്ങളിൽ നിന്ന് ആർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ പോലും അതിജയിക്കുന്ന, കാരണം സുപ്രീം കോടതി നേരത്തെ ജസ്റ്റിസ് ലോധ കമ്മിറ്റി റിപ്പോർട്ടും ശുപാർശകളും അത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പോലും സുപ്രീം കോടതി ലംഘിച്ച് അല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടികൾക്ക് പോലും വിധേയമായ ഒരു ഘടകമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് മേലെ ആരും വേണ്ട എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു അതീശത്വം അവിടെയുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു അതീശത്വം അവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ പോസിറ്റീവായി കാണുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ലോധ കമ്മിറ്റി നടപ്പിലാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ലോധ കമ്മിറ്റി ശുപാർശകൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കപ്പെടുന്നു. അങ്ങനെ വലിയൊരു മാറ്റം ക്രിക്കറ്റിൽ സംഭവിക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതി നിയോഗിച്ച ഒരു മേൽനോട്ട കമ്മിറ്റി അവിടെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഹൈക്കോടതി വിധി എന്ന് പറയുന്നത്, കാരണം ഹൈക്കോടതി വളരെ കർക്കശമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കാരണം ഇന്നത്തെ വിധിയിൽ പോലും പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കുന്നില്ല. ഇത് ഈ കേസ് വന്നപ്പോൾ ശരിക്കും BCCI ആണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, BCCI ഒരു താൽക്കാലിക കമ്മിറ്റി വെക്കുന്നു, ശ്രീശാന്തിന്റെ വിഷയം പരിശോധിക്കുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ശ്രീശാന്തിന് ആജീവനാന്തം വിലക്കിയിരിക്കുന്നത്. അപ്പോൾ ശ്രീശാന്തിന്റെ മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദം പോലും കേൾക്കാതെ ഒരു വ്യക്തിക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സംസാര അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായ നിലപാടെടുത്തതിന്റെ പേരിലാണ് ഇപ്പൊ അതായത് ഹൈക്കോടതി വളരെ കാർക്കശ്യതയോട് സംസാരിച്ചിരിക്കുന്നത്. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ഈ മേൽനോട്ട കമ്മിറ്റി ഇപ്പോൾ വിനോദ് റായ് മേൽനോട്ടം വഹിക്കുന്ന ആ കമ്മിറ്റി വളരെ ശക്തമായിട്ട് ഇടപെടുകയും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീശാന്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇനി ഭാവിയിലും, കാരണം ഇപ്പം ടീമിന്റെ സെലക്ഷൻ ആണെങ്കിൽ, ഇപ്പൊ താരങ്ങൾ പുറത്താകുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ വിഷയങ്ങളിൽ ഏകപക്ഷീയ നിലപാട് ഒഴിവാക്കി തികഞ്ഞ ജനാധിപത്യ ബോധത്തോടുകൂടി കാര്യങ്ങളെ കാണാനുള്ള ഒരു ഭാഗം, അതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ സുപ്രീം കോടതി ന്യായീകരിക്കുന്ന പക്ഷം മേലിൽ ഇപ്പൊ ശ്രീശാന്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും മേലിൽ ഭാവിയിലെങ്കിലും ഒരു താരം അന്യായമായിട്ട് പുറത്താക്കപ്പെടില്ല. ശ്രീശാന്ത് സന്തോഷമുണ്ടോ ഈ വിധിയിൽ? ശ്രീശാന്ത് സന്തോഷമുണ്ടോ ഈ വിധിയിൽ? ഈ വിധി താങ്കളുടെ കരിയറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ കൂടെ ഫാമിലി എല്ലാവരോടും നന്ദിയുണ്ട്. കേരള ദൃശ്യം എല്ലാവരും, കാരണം എല്ലാവരും വിചാരിച്ച പോലെ തന്നെ എന്താ പറയുക, നമുക്ക് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒബ്വിയസ്ലി ടെണ്ടുൽക്കർ ഉൾപ്പെടെ, ചിരാഗ് റായ് ഉൾപ്പെടെ കുറെ ആളുകൾക്ക് അറിയാം പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ ഫിറ്റ്നസ് മാത്രമാണ്, പിന്നെ പെർഫോമൻസ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് കളിക്കളത്തിൽ വന്ന് പെർഫോമൻസ് ചെയ്ത് വീണ്ടും കളിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതാണ് എൻ്റെ പ്രാർത്ഥനയും. തീർച്ചയായിട്ടും ശ്രീ, ഈ വിലക്കിന്റെ കാലയളവിൽ നന്നായി ഫിറ്റ്നസ് സൂക്ഷിക്കുകയും എപ്പോഴും അത്തരത്തിൽ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ കളിക്കളത്തിലേക്ക്, ആദ്യം നമ്മുടെ മുന്നിലുള്ളത് ഫസ്റ്റ് ക്ലാസ് മത്സരവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതിലേക്ക് വളരെ വേഗത്തിൽ വരാൻ കഴിയുമെന്ന് കരുതുന്നില്ലേ? തീർച്ചയായിട്ടും പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള കാര്യം എൻ്റെ വീട്ടിലാണെങ്കിലും പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻ്റ്. അത് അണ്ടർ 13 മുതലാണെങ്കിലും എനിക്ക് സ്റ്റേജൊന്നും കളിക്കാൻ പറ്റിയിരുന്നില്ല. കുറെ അധികം പെർഫോമൻസ് ചെയ്തതിനു ശേഷമാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വന്നത്. അപ്പം വീണ്ടും അതുപോലെ തന്നെ നല്ലോണം പെർഫോം ചെയ്ത് ടീമിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഇപ്പോൾ ശ്രീ, എനിക്കറിയാം ആ സന്തോഷവും സമയവും ഇല്ല എന്നറിയാം, എങ്കിൽ കൂടി ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ച ഒരു ഭരണസമിതി കൂടിയാണ് BCCI നിയന്ത്രിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താങ്കൾക്ക് അനുകൂലമായി ഈ വിധി വരുന്നത്. ഒരു സമീപ കാലയളവിലേക്ക് തന്നെ നമ്മുടെ ദേശീയ ടീമിലേക്ക് കൂടി വരാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷയില്ലേ? ദൈവമേ അങ്ങനെ ആവട്ടെ. എനിക്ക് ഫസ്റ്റ് ജീവിതത്തിലേക്ക് ഒരു നല്ലൊരു വഴിത്തിരിവായിട്ട് തിരിച്ചു കിട്ടി. വീണ്ടും ഒരു പുനർജനിച്ച ഒരു ഫീലിംഗ് ആണ് ഇപ്പം. വീണ്ടും എന്റെ ജീവിതമായ ക്രിക്കറ്റ് എനിക്ക് തിരിച്ചു തന്നത്. അപ്പൊ വീണ്ടും തുടക്കം പോലെ തന്നെ വീണ്ടും തുടങ്ങണം. അത് എത്രയും പെട്ടെന്ന് ആകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിലക്കിന്റെ കാലയളവിൽ എല്ലാവരും സഹായിച്ചിരുന്നോ ശ്രീ, കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഒക്കെ? തീർച്ചയായിട്ടും എല്ലാവരും അവരവരുടെ രീതിയിലാണ് സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പവർഫുൾ അസോസിയേഷൻ ആയിരുന്നു. അപ്പം എന്തായാലും സഹായിച്ചവരോടും കുറെ ആളുകൾ തന്നെ ഈ അവസരത്തിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പബ്ലിക്കായിട്ട് അവർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോടും എനിക്കൊരു വിശ്വാസമില്ല. കാരണം അതിന്റെ കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അതെല്ലാം ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഫ്യൂച്ചറിലോട്ട് വീണ്ടും ആ പഴയ ഫാസ്റ്റ് ബോളർ ശ്രീശാന്ത് വീണ്ടും കളിക്കളത്തിൽ കളിക്കുമ്പോൾ അതുപോലെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ശ്രീ, വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ച ഒരു അവസരത്തിൽ. ഏതായാലും ശ്രീശാന്ത് തന്നെയാണ് ഒരു അവസരത്തിൽ നമ്മളോട് നേരിട്ട് സംസാരിച്ചത്. വലിയ സന്തോഷത്തിലാണ് ശ്രീ. സമയമില്ല എങ്കിൽ കൂടിയും ഈ ഒരു അവസരത്തിൽ ചേർന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. വളരെ വേഗത്തിൽ തന്നെ കളത്തിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീശാന്ത് നമ്മളോട് പങ്കുവച്ചത്. ആദ്യം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റും ക്ലബ് ക്രിക്കറ്റും ഒക്കെ ആയിരിക്കും ശ്രീക്ക് മുന്നിലുള്ളത്. അതിനു മുമ്പ് KCAയുടെയും ഒപ്പം തന്നെ BCCIയുടെയും അധികാരത്തിലുള്ള ഗ്രൗണ്ടുകളിലേക്ക് പരിശീലനത്തിലെത്തുക എന്നൊരു വലിയ കടമ്പയും ശ്രീശാന്തിന് മുമ്പിലുണ്ട്. പക്ഷേ ഈ ഹൈക്കോടതി വിധി വന്നതോടെ അതെല്ലാം അനുകൂലമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് കായിക പ്രേമികളും പങ്കുവയ്ക്കുന്നത്. കാരണം വിനോദ് റായിയെ പോലുള്ള സുപ്രീം കോടതി നിയോഗിച്ച ഒരു ഭരണസമിതി അവിടെ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി വിധി അവർ അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുമെന്നും നമുക്ക് കണക്കിലെടുക്കാം. അജീബ് ഷാദ്.
തീർച്ചയായും മനുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീശാന്തിന് മേലുള്ള വിലക്കിന് നീക്കമായിരിക്കുന്നു. കോടതി ഇടപെട്ടാണ്. കോടതിയുടെ ശക്തമായ നിരീക്ഷണം കൂടി ശ്രീശാന്തിൻ്റെ കേസിലുണ്ടായിരിക്കുന്നു. ഒത്തുകളി കേസിൽ ശ്രീശാന്തിൻ്റെ ആജീവനാന്ത വിലക്കാണ് ഹൈക്കോടതി നീക്കിയിരിക്കുന്നത്. BCCIയുടെ വിലക്ക് നിലനിൽക്കില്ലെന്നാണ് കോടതി പറയുന്നത്. BCCI നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇതിൻ്റെ വിവരങ്ങളാണ് സിബി ജോസഫും സാലി മുഹമ്മദും മനുവും നൽകിയത്. ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത കമാൽ വരദൂർ, ദേവദാസ്, സുധീഷ് എന്നിവർക്കും നന്ദി. ഒപ്പം രംഗനാഥനും ശ്രീശാന്തിന് പ്രത്യേകിച്ചും നന്ദി.